ഇതാണ് നത്തിങ് ഫോൺ 2A. നത്തിങ് ഫോൺ 1, 2 അത് രണ്ടിന് ശേഷം നത്തിങ് ഇറക്കുന്ന അടുത്ത ഫോണാണ് 2A. ഇതിന്റെ പ്രൈസ് ആ രണ്ട് ഫോണുകളുടെയും പ്രൈസ് സെഗ്മെന്റ് അല്ല വരുന്നത്. ഇത് 24,000 രൂപ റേഞ്ചിലായിരിക്കും ഇറങ്ങുക എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നത്തിങ്ങിന്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫോൺ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്വിക്ക് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ആദ്യം തന്നെ ഈ ഫോണിന്റെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്നതാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്താണ് ഫോൺ ഇരിക്കുന്നത്. സോ ഇതാണ് നത്തിങ് ഫോൺ 2A. ഓക്കെ, ഫോണിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ബോക്സിൽ ചാർജിംഗ് കേബിൾ ടൈപ്പ് C to C കേബിളും വരുന്നുണ്ട്, ഡോക്യുമെന്റേഷൻ വരുന്നുണ്ട്, സിം ടൂളും വരുന്നുണ്ട്. ചാർജറോ അതേപോലെ കേസോ ഒന്നും വരുന്നില്ല. നമ്മുടെ പ്രകൃതി സ്നേഹത്തിന്റെ ടീമാണ് കേട്ടോ ഇവര്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നത്തിങ് ഫോൺ 2A. ഈ ഒരു ഫോണിന്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു ക്യാമറ അലൈൻമെന്റ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ക്യാമറ സെറ്റപ്പ്, ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ രണ്ടും 50 മെഗാ പിക്സൽ ആണ്. 190 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 8.5 mm ആണ് തിക്നെസ്. വല്ലാണ്ട് സ്ലിം എന്നോ വല്ലാണ്ട് ഹെവി വെയിറ്റ് എന്നോ ലൈറ്റ് വെയിറ്റ് എന്നോ ഒന്നും പറയാനില്ല. ഒരു സാധാരണ ഡിസൈൻ. വ്യത്യസ്തമായിട്ടുള്ളത് അവരുടെ ആ യൂണിക് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ, ട്രാൻസ്പെറന്റ് ഡിസൈൻ, പിന്നെ ആ ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഈ രീതിയിലുള്ള മിന്നുന്ന ലൈറ്റ് 3 പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. മറ്റേ ഫുൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ രീതിയിലാണ് ഇതിന്റെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വരുന്നത്. സോ മൊത്തത്തിൽ ഒരു സാധാരണ നത്തിങ് ഫോണിന്റെ ആ ഒരു ഡിസൈൻ തന്നെ. IP54 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സോ അത്യാവശ്യം വെള്ളം തെറിച്ചാലും പെട്ടെന്ന് കംപ്ലൈന്റ് ഒന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന്റെ ഗ്ലിഫ് ഇന്റർഫേസിൽ 1026 കസ്റ്റമൈസേഷൻ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെറ്റിംഗ്സിൽ കയറി പല തരത്തിൽ മുൻപത്തെ നത്തിങ് ഫോണുകളിൽ ചെയ്ത പോലെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇതിലും ചെയ്യാനൊക്കെ പറ്റും. സോ ആവശ്യമുള്ളവർ അതൊക്കെ ട്രൈ ചെയ്യാം. പലതരത്തിൽ ഗ്ലിഫ് കമ്പോസർ പോലുള്ള കാര്യങ്ങൾ അടക്കം വരുന്നുണ്ട്. സോ എല്ലാം യൂസ് ചെയ്ത് പതിവ് പോലെ തന്നെ നത്തിങ്ങിന്റെ ആ ഗ്ലിഫ് ഇന്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 240 ഹെർട്സിന്റെയാണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് ആണ് വരുന്നത്. 1100 നിറ്റ്സിന്റെയാണ് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് വരുന്നത്. 700 നിറ്റ്സ് ആണ് നോർമൽ ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസിൽ വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. സോ മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് നോക്കിയാൽ നത്തിങ് OS 2.5 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. ഇപ്പോൾ UI പിന്നെ ക്ലീൻ ആണ്. പ്രത്യേകിച്ച് യാതൊരു ബ്ലോട്ട്വെയേഴ്സും കാര്യങ്ങളും ഇല്ല. ക്ലീൻ. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നാൽ Dimensity 7200 Pro പ്രൊസസ്സറാണ് വരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിന്റെ പെർഫോമൻസിലില്ല. ഞാൻ നോർമൽ യൂസ് ഒക്കെ പലതരത്തിൽ ഉപയോഗിച്ച് നോക്കിയിട്ടും യാതൊരു അപാകതയും കണ്ടില്ല. BGMI അടക്കം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. അതിൽ സ്മൂത്ത് എക്സ്ട്രീം അതാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത്. പ്രശ്നമൊന്നുമില്ല. നോർമലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ജൈറോയ്ക്കൊന്നും വേറെ പ്രശ്നമില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചൊക്കെ നോക്കി. സോ ഒരു 24,000 രൂപ കിട്ടുന്ന ഒരു സാധാരണ ഫോണിൽ കിട്ടേണ്ടുന്ന ഒരു പെർഫോമൻസ് അത് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഭയങ്കര സംഭവം ഒന്നും എടുത്ത് പറയാനൊന്നുമില്ല. Dimensity 7200 ആണ്. 200 Pro എന്നാണ് ഇവർ വിളിക്കുന്നത്. എന്തായാലും അത് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ വരുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പെർഫോമൻസിൻ്റെ മേഖലയിലെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് വേറെ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലും വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ചൊക്കെ നോക്കി. ഡീസൻ്റ് ആണ്. ഒരു പ്രശ്നം കണ്ടത് സിം ഇടാണ്ട് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. സോ സിം വേണമെന്നുള്ളത് ഓർക്കുക. ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സിം എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലേ. സോ പെർഫോമൻസിലും അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയത്തക്ക എന്തെങ്കിലും പുത്തൻ സംഭവങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഇതെല്ലാം വെറുതെ സാധാരണ പോലെ പറഞ്ഞു പോണ പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം അങ്ങനെ സ്പെഷ്യലായിട്ട് ഇത് ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇവിടെ എവിടെയും കാണാനില്ല. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും. ഈ ഒരു വിലയ്ക്ക് സാധാരണഗതിയിൽ കാണുന്ന ഒരു സെറ്റപ്പ് തന്നെ. ക്യാമറയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 50 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറയാണ്. സാമ്പിളുകൾ ഇവിടെ കാണാം. നോർമൽ ആൻഡ് വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് അത്യാവശ്യം നോർമലായിട്ട് നന്നായിട്ട് തോന്നുമെങ്കിലും ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഥ മാറും. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടാൽ പെട്ടെന്ന് നല്ലതാണെന്ന് ചിലർക്കെങ്കിലും തോന്നാം. എന്നാലും സൂം ചെയ്ത് നോക്കിയാൽ 22,000 രൂപയുടെ അല്ലെങ്കിൽ 23,000 രൂപ റേഞ്ച് വരുന്ന ഒരു ഫോണിന്റെ സ്കിൻ ടോണും കാര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നത്. ആ ഒരു പെയിന്റ് അടിച്ച പോലെയോ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടും കളറൊക്കെ എന്തോ വിയേർഡായ രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും IQ C9 ഇതേ റേഞ്ചിലാണ് IQ C9. ഇതിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് IQ C9 വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലെടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ കാണാം. കണ്ടോ, അത്യാവശ്യം കിടിലം ഫോട്ടോസ് എടുക്കാൻ കഴിയുന്നുണ്ട് IQ C9. സോ നല്ലൊരു ക്യാമറ എന്ന് പറയുമ്പോൾ നത്തിങ് അത്ര മികച്ചതല്ല. കുറച്ചധികം സാമ്പിളുകൾ കൂടി ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. പക്ഷേ ഇതൊക്കെ പേഴ്സണലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. സെൽഫി ക്യാമറ ഇമേജുകളും കാണാം. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4K വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. മെയിൻ ക്യാമറയുടെ വീഡിയോ വലിയ അപാകതയൊന്നുമില്ല. നല്ല ക്വാളിറ്റി വീഡിയോ ആണ്. സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നോർമൽ വീഡിയോസൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക. സെൽഫി ക്യാമറ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ വളരെ സോഫ്റ്റ് ആണ്. പക്ഷേ എന്നാലും അത് വലിയ അപാകതയായിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും മൊത്തത്തിൽ ഇതിൻ്റെ ക്യാമറ പ്രത്യേകിച്ചും ഇപ്പോൾ IQ C9 ഇറങ്ങാൻ പോകുന്ന ഈ IQ C9 ആയിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ചിന്തിച്ചപ്പോൾ
അത്ര കൊണ്ട് പോരാ വിലയ്ക്ക് എന്നുള്ളതാണ് തോന്നിയത്. ഇനി ഇതിന്റെ റാം ആൻഡ് സ്റ്റോറേജ് വേരിയന്റുകൾ നോക്കി കഴിഞ്ഞാൽ 8 GB റാം 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതിനായിരിക്കും മിക്കവാറും ഈ പറഞ്ഞ 24,000 രൂപ റേഞ്ച് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ 8 GB റാം 256 GB സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 12 GB റാം 256 GB സ്റ്റോറേജ് ആണ്. സോ ഇതിന്റെ പ്രൈസുകൾ എനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അറിയുന്ന വഴിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്തോളൂ. സോ മൊത്തത്തിൽ നത്തിങ് ഫോൺ 2A എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ IQ C9 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇത് കയ്യിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് C9ലുള്ള ക്യാമറ ഇതിനേക്കാൾ വളരെ നല്ലതാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തന്നു ക്യാമറ സൗണ്ട് ഭാഗത്ത്. അതൊരു പ്രധാന കാര്യമായിട്ട് തോന്നി. പിന്നെ ബ്രൈറ്റ്നസ് ഒക്കെ നോക്കിയാൽ 1800 ബ്രൈറ്റ്നസ് IQ C9ലുണ്ട്. 44 വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ IQ C9ൽ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ C9 ബെറ്റർ ആണ്, ഇതിനേക്കാൾ വിലയും കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ഫോൺ നോക്കുകയാണെങ്കിൽ C9 ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കിയിട്ട് നല്ലത് എടുക്കുക. അതല്ല നത്തിങ് ഫാൻ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, എടുക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നും അല്ല, അടിപൊളി സെറ്റപ്പ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. അൺബോക്സിംഗ് ആയിട്ട് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് എൻ്റെ കിട്ടിയിട്ട് കുറച്ച് സമയങ്ങളെ ആയിട്ടുള്ളൂ. സോ ഇപ്പോഴേക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. പിന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്യുക, കാരണം എല്ലായിടത്തും സർവീസ് ഒന്നും കിട്ടില്ല. സോ അതൊക്കെ ഡബിൾ ചെക്ക് ചെയ്യുക, അതൊരു റിസ്ക് ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക. സോ ഒരു സാധാരണ നല്ല ഫോൺ നത്തിങ്ങിൻ്റെ. സോ അത്രയുമാണ് നത്തിങ് ഫോൺ 2A ഒരു ചെറിയ ഷോർട്ട് അൺബോക്സിംഗ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.